ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അത്ഭുതങ്ങളുടെ കാലം തീർന്നു പോയിട്ടില്ല. അത്ഭുതങ്ങളുടെ ദൈവം ഇന്നും ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു. നാം നിസ്സാരരാണ്, നാം സാധുക്കളാണ്, നാം ചെറിയ കൂട്ടമാണ്. എന്നാൽ അത്യുന്നതനായ ദൈവം, മഹാപരിശുദ്ധനായ ദൈവം, അവൻ സർവശക്തനായ ദൈവമാണ്. പ്രാർത്ഥന കേൾക്കുന്ന ജീവനുള്ള ദൈവം. ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല എന്ന് അരുളിച്ചത് ജീവനുള്ള കർത്താവ്. നാം നിസ്സാരരാണെങ്കിലും കണ്ണുനീരിനെ മറികടന്നു പോകാത്ത ജീവനുള്ള ക്രിസ്തു അത്ഭുതകരമായി നമ്മെ യേശുക്രിസ്തുവിൻ്റെ സാക്ഷിയാക്കി തീർക്കുവാൻ തക്കവണ്ണം അവിടുത്തെ അത്ഭുതകരം നീട്ടി. സത്യമായൊരു ദൈവം ജീവിക്കുന്നു. ആ ദൈവം ഇന്നും നമ്മുടെ മധ്യത്തിൽ വന്നിട്ടുണ്ട്. ആ യേശു മകളെ നമ്മെ ഓരോരുത്തരെയും സ്നേഹിക്കുന്നു. വ്യക്തിപരമായി നമ്മുടെ ദുഃഖങ്ങൾ അറിയുന്നു, നമ്മുടെ സങ്കടങ്ങൾ അറിയുന്നു. എല്ലാം സ്വർഗത്തിലെ ദൈവം നടത്തുന്നു. നല്ലവനായ ദൈവം. ഞാൻ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെയാണ് നിങ്ങളുടെ മുമ്പാകെ നിൽക്കുന്നത്. ഇതെല്ലാം ഭൗതികമായ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. എന്നാൽ സങ്കീർത്തനക്കാരനായ ദാവീദ് പറഞ്ഞു, ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാനെന്ന്. ലംഘനം ക്ഷമിച്ച് കിട്ടുക, പാപം മറച്ചു കിട്ടുക. ഒനേസിമോസ് അപ്പോസ്തലനായ പൗലോസ് കൊടുത്ത എഴുത്തുമായി പ്രിയപ്പെട്ട ഫിലോമോൻ്റെ വീട്ടിലേക്ക് വരുന്ന തിരുവചനത്തെക്കുറിച്ച് അല്പമെങ്കിലും അറിവുള്ളവർക്ക് എങ്ങലടിക്കാതെ അത് വായിക്കാൻ കഴിയുകയില്ല. ജീവനുള്ള ക്രിസ്തു, നമ്മെ സ്നേഹിക്കുന്ന ജീവനുള്ള ദൈവം, മന്ദമായി നമ്മോട് സംസാരിക്കുന്ന ജീവനുള്ള ദൈവം. ഒരുപക്ഷെ മറ്റാരും കേട്ടില്ലെങ്കിലും നമ്മുടെ ദുഃഖത്തിലും നമ്മുടെ യാതനകളിലും നമ്മൾ ആകുലപ്പെടുമ്പോഴും നമ്മൾ ഭയപ്പെടുമ്പോഴും മധുരമായി, മന്ദമായി, മറ്റാരും കേൾക്കാതെ സ്വകാര്യമായി സംസാരിക്കുന്ന ജീവനുള്ള ദൈവം. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ, യേശുക്രിസ്തുവിനായി ജീവിതം കൊടുക്കുന്നതും യേശുവിനായി ജീവിക്കുന്നതുമാണ് ഏറ്റവും വലിയ ഭാഗ്യം. പാപം ക്ഷമിച്ച് കിട്ടുക. സങ്കീർത്തനക്കാരനായ ദാവീദ് പറഞ്ഞു, ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാൻ. ലംഘനം ക്ഷമിച്ച് കിട്ടുക, പാപം മറച്ചു കിട്ടുക. നമ്മുടെ പാപം കഴുകി കിട്ടിയിട്ടുണ്ടെന്നുള്ള ഉറപ്പുണ്ടോ? ലംഘനം ക്ഷമിച്ച് കിട്ടിയിട്ടുണ്ടെന്നുള്ള ആ ഒരു ഉറപ്പ് നിങ്ങൾക്കുണ്ടോ? അങ്ങനെയാണെങ്കിൽ നാം എല്ലാവരും ഭാഗ്യശാലികളാണ്. ഇന്ന് ലംഘനം ക്ഷമിച്ച് കിട്ടുന്ന ദിവസമാണ്. നാളത്തേക്ക് മാറ്റി വയ്ക്കേണ്ട ആവശ്യമില്ല. നാളത്തെ ദിവസം നമ്മുടേതല്ല. നമുക്കറിഞ്ഞുകൂടെ എന്താണ് നാളെ സംഭവിക്കാൻ പോകുന്നതെന്ന്. എന്നാൽ വാസ്തവമായും ലംഘനം ക്ഷമിക്കുകയും പാപം മറക്കുകയും ചെയ്യുന്നൊരു ദൈവം. ഞാൻ ഈ ഒരു കാര്യം സംസാരിക്കാൻ കാരണം, നമ്മളിൽ പലരും വിശ്വസിക്കുന്നില്ല കർത്താവ് കഴുകിയാലും കഴുകിയെന്ന്. ഞാൻ ഈ അടുത്ത ദിവസം ഏതാനും ചില കാര്യങ്ങളോട് ബന്ധപ്പെട്ടാണ് ഈ ഒരു കാര്യം ഒന്ന് ദൈവമക്കളോട് പറയണമെന്ന് ചിന്തിച്ചത്. മറ്റൊന്നുമല്ല, നാം വിശ്വാസികളായിരിക്കണം. ശരിയാണ്, തിരുവചനത്തിൽ നാം വിശ്വസിക്കുന്നുണ്ട്. ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാൻ. 32-ാം സങ്കീർത്തനം 1-ാം വാക്യം. റോമർ 4:7-8 പറയുന്നു, അധർമ്മം മോചിച്ചും പാപം മറച്ചും കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാൻ. കർത്താവ് പാപം കണക്കിടാത്ത മനുഷ്യൻ ഭാഗ്യവാനെന്ന്. കർത്താവ് പാപം കണക്കിടുന്നില്ല. പാപമില്ലാത്തത് കൊണ്ടല്ല, പാപം കർത്താവ് കണക്കിടുന്നില്ല. പാപം ഇല്ലാത്തത് കൊണ്ടല്ല, ലംഘനം ഇല്ലാത്തത് കൊണ്ടല്ല, ലംഘനം ക്ഷമിച്ചു കിട്ടുന്നു, പാപം മറച്ചു കിട്ടുന്നു. കർത്താവിൻ്റെ തിരുരക്തത്താൽ പാപം മറച്ചു കിട്ടുക. നാം എല്ലാവരും വിശുദ്ധരായി തീർന്നിട്ടാണോ? അല്ല. എന്നാൽ ജീവനുള്ള ക്രിസ്തുവിന് നമ്മളോട് സൗജന്യമായ കൃപ. പിന്നെയും പറയുന്നു, ഗലാത്യർ 3:13 പറയുന്നു, മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവൻ എന്ന് എഴുതിയിരിക്കുന്നത് പോലെ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നുവെന്ന്. ഇത് നമ്മൾ പലരും വിശ്വസിക്കുന്നുണ്ടാകും. എന്താണ് പറഞ്ഞതിൻ്റെ അർത്ഥം? മരത്തിന്മേൽ തൂങ്ങുന്നവൻ എല്ലാം ശപിക്കപ്പെട്ടവൻ. അന്ന് ഇസ്രായേലിൽ അങ്ങനെയാണ് പറയുന്നത്. അന്ന് മരത്തിന്മേൽ തൂക്കിക്കൊല്ലുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും വലിയ ശിക്ഷ കൊടുക്കുകയാണ്, ഏറ്റവും വലിയ ശാപഗ്രസ്തമായ കാര്യം. മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവനെന്ന് എഴുതിയിരിക്കുന്ന പോലെ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നുവെന്ന്. ന്യായപ്രമാണത്തിൻ്റെ ശാപത്തിൽ നിന്ന് നമ്മെ വിലയ്ക്ക് വാങ്ങിയെന്ന് പിന്നെയും പറയുന്നു. അത് കഴിഞ്ഞ് ഒരു കാര്യം നിങ്ങളോട് പറയാനാണ്. എന്നാൽ എഫേസ്യ ലേഖനം 2:8 പറയുന്നു, എന്ന് വായിക്കാമോ? കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്,
അതിനും നിങ്ങൾ കാരണമല്ല, ദൈവത്തിന്റെ ദാനമത്രയാകുന്നു. എങ്ങനെയാണ് പാപക്ഷമ കിട്ടുന്നത്? എങ്ങനെയാണ് രക്ഷ കിട്ടുന്നത്? ആ ഒരു കാര്യം മാത്രം പറയാനാണ് ഞാൻ കർത്താവിൻ്റെ കൃപയിൽ ശരണപ്പെടുന്നത്. എങ്ങനെയാണ് കൃപയാലുള്ള രക്ഷ? കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അതിന് പ്രവൃത്തികളും കാരണമല്ല. പാപം മോചിച്ചു കിട്ടാൻ എന്താണ് വഴി? നമുക്കറിയാം. നാം പുരാതന സഭകളിൽ പള്ളികളിൽ പോകുന്നവരും ആരാധനയിൽ സംബന്ധിക്കുന്നവരും കുർബാന കാണുന്നവരും കുർബാന അനുഭവിക്കുന്നവരും കൂദാശകളുടെ എല്ലാം അർത്ഥം മനസ്സിലാക്കിയവരും എല്ലാമാണ്. എന്നാൽ എങ്ങനെയാണ് പാപം മോചിച്ചു കിട്ടുന്നത്? കൃപയാലല്ലോ വിശ്വാസം മൂലം നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അതിന് പ്രവൃത്തികളും കാരണമല്ല. ഒരു പ്രവൃത്തി കൊണ്ടും പാപമോചനം ലഭിക്കുകയില്ല എന്നുള്ള സത്യം നമുക്കറിയാം. എന്തു ചെയ്യണം? നാം അനുതപിക്കുന്നു, പശ്ചാത്തപിക്കുന്നു, നാം നമ്മുടെ പാപം ഏറ്റുപറയുന്നു. സദൃശവാക്യം 28:13 പറയും, തൻ്റെ ലംഘനങ്ങളെ മറച്ചു വയ്ക്കുന്നവന് ശുഭം വരികയില്ല, അവ ഏറ്റുപറഞ്ഞു ഉപേക്ഷിക്കുന്നവനോ കരുണ ലഭിക്കും. അത് നമുക്ക് കാണാതറിയാം. എന്താണ് നാം പറഞ്ഞതിൻ്റെ അർത്ഥം? തൻ്റെ ലംഘനങ്ങളെ മറയ്ക്കുന്നവന് ശുഭം വരികയില്ല. അതുകൊണ്ട് നാട്ടുകാരോട് ഏറ്റു പറയണമെന്നാണോ പറഞ്ഞത്? എല്ലാം മൈക്കിൻ്റെ മുമ്പിൽ നിന്ന് വിളിച്ചു പറയണമെന്നാണോ പറഞ്ഞത്? അല്ല. എന്നാൽ എല്ലാം കർത്താവിനോട് ഏറ്റു പറയണമെന്ന്. തൻ്റെ ലംഘനങ്ങളെ മറയ്ക്കുന്നവന് ശുഭം വരികയില്ല, അവയെ ഏറ്റു പറഞ്ഞാൽ പോരാ, ഏറ്റു പറഞ്ഞു ഉപേക്ഷിക്കുന്നവനോ കരുണ ലഭിക്കും. നമുക്ക് കാണാതറിയാവുന്ന വാക്യമാണ്, അനേർക്ക് കാണാറിയാവുന്ന വാക്യമാണ്. 1 യോഹന്നാൻ 1:8 പറയും, നമുക്ക് പാപമില്ല എന്ന് നാം പറയുന്നുവെങ്കിൽ, നമുക്ക് പാപമില്ല എന്ന് നാം ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ, തിരുവചനം എന്താണ് പറയുന്നത്? നമുക്ക് പാപമില്ല എന്ന് നാം പറയുന്നുവെങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു, നമ്മെ തന്നെ ചതിക്കുന്നു. ഞാൻ എന്നെ തന്നെ ചതിക്കുകയാണെന്ന് വായിക്കൂ. നമുക്ക് പാപമില്ല എന്ന് നാം പറയുന്നുവെങ്കിൽ, കേട്ടോ ദൈവമക്കൾ ഓർത്തോളണം, തിരുവചനമാണ്, മാറ്റമില്ലാത്ത വചനം പറയുന്നു. നമുക്ക് പാപമില്ല എന്ന് നാം പറയുന്നുവെങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു, നമ്മെ തന്നെ വഞ്ചിക്കുകയാണ്. എന്നാൽ തൊട്ടടുത്ത വാക്യം, സത്യം നമ്മിലില്ലാതെയായി നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ, കേട്ടോ അത് പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ച്, കർത്താവായ യേശുക്രിസ്തു നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി, ജീവിതത്തിൽ ഇന്ന് വരെ വന്നിട്ടുള്ള സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ, നമ്മെ കഴുകി വെടുപ്പാക്കുവാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനും, വാക്ക് പറഞ്ഞാൽ മാറാത്തവനും നീതിമാനുമാകുന്നു. കേട്ടോ അതിൻ്റെ അർത്ഥം? പാപം ഏറ്റുപറഞ്ഞാൽ എല്ലാം കർത്താവ് ക്ഷമിച്ചു തരുമെന്ന്. എന്നാൽ അങ്ങനെ ക്ഷമിക്കുകയില്ല. ക്ഷമിക്കും. എങ്ങനെ ക്ഷമിക്കും? അതിനൊരു കാര്യമുണ്ട്. ആ ഒരു ഒറ്റ കാര്യം പോയിന്റ് ഔട്ട് ചെയ്ത് പറയാനായിട്ടാണ് ഞാൻ കർത്താവിൻ്റെ കൃപയിൽ ശരണപ്പെടുന്നത്. കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അതിൻ്റെ പ്രവൃത്തികളും കാരണമല്ല നാം വിശ്വസിക്കുന്നു. യേശുക്രിസ്തു മരത്തിന്മേൽ തൂങ്ങി എന്നുള്ളത് കൊണ്ടാണ് ക്രൂശിലൂടെ രക്ഷ നമ്മൾ സ്വായത്തമാക്കുന്നത് എന്നുള്ള സത്യം നമുക്കറിയാം. ഏതൊരു ക്രിസ്ത്യാനിയോട് ചോദിച്ചാലും അറിയാം. അല്ല, അല്പമെങ്കിലും തിരുവചനം അറിയാവുന്നവർക്കറിയാം. എന്നാൽ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ വള്ളിക്കും പുള്ളിക്കും മാറ്റമില്ലെന്ന് നമുക്കറിയാം. എന്താണ് വായിച്ചത്? ഒന്നോടെ വായിക്കൂ. ഒരു കാര്യവും കൂടെ നടന്നാൽ മാത്രമേ ആ പാപക്ഷമ കിട്ടുകയുള്ളൂ എന്നുള്ളത് നിങ്ങളൊന്ന് ഊന്നി പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. എന്താണ് വായിച്ചത്? അവസാനം വായിച്ചു നിർത്തിയത് 1 യോഹന്നാൻ 1:9 എന്ത് പറയുന്നു? നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ, കേട്ടോ, നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നു എങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച്, യേശുക്രിസ്തു നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി, എല്ലാ അനീതിയും നമ്മളിൽ നിന്ന് മാറ്റി നമ്മെ ശുദ്ധീകരിപ്പാൻ, നമ്മെ തന്റെ തിരുരക്തത്താൽ കഴുകി വെടുപ്പാക്കുവാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകുന്നു. അത് പറഞ്ഞു, സത്യമാണ്. എന്നാൽ അതിന് ഒരു കാര്യം ചെയ്യണമെന്ന്, ഒരു കാര്യവും കൂടെ നമ്മുടെ ഭാഗത്തുനിന്ന് വരണമെന്ന്. അതൊരു പരമപ്രധാനമായ കാര്യമാണെന്ന്. എത്ര കാലം നിങ്ങൾ പാപം ഏറ്റു പറഞ്ഞു കഴിഞ്ഞാലും, എത്രമാത്രം നിങ്ങൾ എന്തെല്ലാം പുസ്തകത്തിൽ കുറിച്ചു വെച്ച് പറഞ്ഞാലും, ഏതെല്ലാം പ്രാവശ്യം മുട്ടുമേൽ എഴഞ്ഞു നടന്ന് പറഞ്ഞാലും, പൊട്ടിപ്പൊട്ടി കരഞ്ഞാലും കർത്താവ് പാപം ക്ഷമിക്കുകയില്ല. ഇതെന്താ ഇയാൾ ഈ പറയണത് നിങ്ങൾ ചിലപ്പോൾ ചിന്തിക്കും. ക്ഷമിക്കണമെങ്കിൽ ഒരു വഴിയുണ്ട്. പ്രിയപ്പെട്ട ദൈവജനമേ, ഈ ഒരു സത്യം നിങ്ങൾ ഗ്രഹിച്ചാൽ ഈ സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. അതുകൊണ്ട് പാപം ഏറ്റു പറയേണ്ടെന്നാണോ പറഞ്ഞത്? നിശ്ചയമായും പാപം ഏറ്റു പറയണം. ഏങ്ങലടിച്ച് കരയേണ്ടെന്നാണോ പറഞ്ഞത്?
നിശ്ചയമായും കരയണം. പാപത്തെ ഓർത്ത് അനുതപിക്കേണ്ടെന്നാണോ പറഞ്ഞത്? അല്ല, നിശ്ചയമായും പാപത്തെ ഓർത്ത് അനുതപിക്കണം. എന്നാൽ ഒരു കാര്യം കൂടെ ചെയ്യണം. എന്താണ് ചെയ്യേണ്ടത്? അതൊന്ന് വായിച്ചേ. റോമർ 3:24. അവന്റെ കൃപയാൽ ക്രിസ്തുയേശുവിന്റെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായത്രേ നീതീകരിക്കപ്പെടുന്നത്. കേട്ടോ, നാം കരഞ്ഞുകൊണ്ടാണെന്നല്ല പറഞ്ഞത്. ഇത് രണ്ടും പൊരുത്തപ്പെടണ്ടേ? വളരെ കൃത്യമായിട്ട് റോമർക്കെഴുതിയ ലേഖനം 3-ാം അധ്യായം 24-ാം വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ്, സെന്റ് പോൾ പറഞ്ഞിരിക്കുന്നു, വിശുദ്ധനായ പൗലോസിയെ പറഞ്ഞിരിക്കുന്നു, അവൻ്റെ കൃപയാൽ ക്രിസ്തുയേശുവിങ്കലെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായത്രേ നീതീകരിക്കപ്പെടുന്നത്. വല്ലതും ചെയ്തിട്ടാണോ? എന്തെങ്കിലും ചെയ്തിട്ടാണോ? സൗജന്യമായാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് പാപം ഏറ്റു പറയേണ്ടെന്നാണോ? അല്ല പ്രിയപ്പെട്ടവരെ. എന്നാൽ നമ്മളിൽ അനേകർക്കില്ലാത്ത, വിശ്വാസ സമൂഹം എന്ന് അവകാശപ്പെടുന്ന, തിരുവചനം അറിയാവുന്ന അനേകര് ചെയ്യാത്ത ഒരു കാര്യമാണ് പറയാൻ പോകുന്നത്. എന്താണ് തൊട്ടടുത്ത വാക്യം? വിശ്വസിക്കുന്നവർക്ക്, കേട്ടോ, വിശ്വസിക്കുന്നവർക്ക് അവൻ തന്റെ രക്തം മൂലം, കർത്താവ് തന്റെ തിരുരക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. എന്ത് ചെയ്യണമെന്നാണ് പറഞ്ഞത്? വിശ്വസിക്കണമെന്ന്. പ്രിയപ്പെട്ട ദൈവമക്കളോട് ഞാൻ കൈ കൂപ്പിക്കൊണ്ട് ചോദിക്കട്ടെ, നിങ്ങൾക്കിതൊന്ന് വിശ്വസിക്കാമോ? വേറെ ഒന്നും നിങ്ങൾ ചെയ്യേണ്ട. എന്താണ് വിശ്വസിക്കേണ്ടത്? ഞാൻ പാപം ഏറ്റുപറഞ്ഞാൽ അത് കഴുകിത്തരുന്ന ഒരു ജീവനുള്ള ദൈവമുണ്ടെന്ന് വിശ്വസിക്കണം. ഏറ്റുപറയേണ്ടെന്നല്ല പറഞ്ഞത്. ഇന്നും നിങ്ങളിൽ പലരും, നമ്മിൽ പലരും ഞാൻ പറയില്ല, കാരണം ഞാൻ അങ്ങനെ അല്ലാത്തതുകൊണ്ട്, നിങ്ങളിൽ പലരും ബഹുമാന സൂചകമായി തന്നെയാണ് പറയുന്നത്. ഇന്നും ഏറ്റുപറയും, പക്ഷെ വിശ്വസിക്കില്ല. ഏറ്റുപറഞ്ഞുകൊണ്ടേയിരിക്കും. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ. 25 കൊല്ലം മുമ്പ് പറഞ്ഞ പാപം 100 പ്രാവശ്യത്തിൽ കൂടുതൽ ഇപ്പോൾ ഏറ്റുപറഞ്ഞു കാണും, ഇല്ലേ? പക്ഷെ നിങ്ങൾ ഹൃദയത്തിൽ പറഞ്ഞാൽ മതി. അപ്പോൾ എന്താ സംഭവിക്കുന്നതെന്നറിയാമോ? അപ്പോൾ സംഭവിക്കുന്നത് എന്താണെന്നറിയാമോ? നിങ്ങൾ വീണ്ടും 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 പറയും തോറും എൻ്റെ കർത്താവിൻ്റെ പരിശുദ്ധ രക്തത്തെ മലിനമെന്നെണ്ണുകയാണ്. നിങ്ങൾക്ക് ഈ മർമ്മം മനസ്സിലാവുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഇത് മനസ്സിലായാൽ സ്വാതന്ത്ര്യമാണ്, പൂർണ്ണ സ്വാതന്ത്ര്യം. വീണ്ടും പറയുന്നു, നിങ്ങളുടെ ജീവിതത്തിലൊരു കൊലപാതകം വന്നു, അല്ലെങ്കിൽ ഏറ്റവും അഴുക്കായ ഒരു ജീവിതം വന്നു. ഏറ്റു പറയണ്ടേ? തീർച്ചയായിട്ടും പറയണം. പൊട്ടിപ്പൊട്ടി കരയണ്ടേ? തീർച്ചയായിട്ടും കരയണം. ഏങ്ങലടിക്കണ്ടേ? തീർച്ചയായിട്ടും ഏങ്ങലടിക്കണം. വിതുമ്പി വിതുമ്പി കരയണ്ടേ? തീർച്ചയായിട്ടും കരയണം. പക്ഷെ ഒരു കാര്യം എന്തു ചെയ്യണം? ഞാൻ കരയുമ്പോൾ, ഞാൻ ഏങ്ങലടിക്കുമ്പോൾ, ഞാൻ പൊട്ടിക്കരയുമ്പോൾ കർത്താവിൻ്റെ പാപം ക്ഷമിച്ച് തന്നു എന്ന് വിശ്വസിക്കാത്തോടത്തോളം കാലം നിങ്ങളുടെ മനസ്സിൽ നിന്ന് ആ കുറ്റബോധം മാറുകയില്ല. ദൈവം എത്രമാത്രം ഒരാളെ നീതീകരിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ആ നീതീകരണം ഞാൻ അനുഭവിക്കണമെങ്കിൽ എൻ്റെ കർത്താവ്, ഞാൻ കരഞ്ഞപ്പോൾ, ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ പ്രാർത്ഥന കർത്താവ് കേട്ടു, എൻ്റെ കണ്ണുനീര് കർത്താവ് കണ്ടു, എൻ്റെ പാപം കർത്താവ് എന്നേക്കുമായി കഴുകി തന്നു എന്ന് ഞാൻ എപ്പോൾ വിശ്വസിക്കുന്നു, അപ്പോൾ എൻ്റെ പാപം കഴുകിക്കഴിഞ്ഞു. നിങ്ങൾക്ക് എത്ര പേർക്ക് ഇത് മനസ്സിലായെന്ന് എനിക്കറിയില്ല. പ്രിയപ്പെട്ട ദൈവജനമേ, ഇല്ലെങ്കിൽ നിങ്ങൾ മരണത്തിൻ്റെ അവസാന സമയത്തും സുബോധമുള്ളപ്പോൾ എന്തു ചെയ്യും? 12ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ഇന്ന പാപം ചെയ്തു, അത് വീണ്ടും വീണ്ടും ഏറ്റു പറഞ്ഞുകൊണ്ടിരിക്കും. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ദൈവമക്കളെ? എന്നാൽ ഈ സത്യമർമ്മം നിങ്ങൾ മനസ്സിലാക്കണം. ബാക്കി അതിൽ കൂടുതൽ ഞാൻ പറയുന്നില്ല. പലരുടെ മനസ്സിൽ നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, വർഷങ്ങൾക്ക് മുമ്പ് ചെയ്ത പാപം ഇന്നും ഏറ്റുപറയുന്നു. പത്രോസ്ലിയുടെ ജീവിതത്തിൽ കർത്താവ് പാപം ക്ഷമിച്ചു കൊടുത്തു. പത്രോസ്ലിയെ കർത്താവിനെ തള്ളിപ്പറഞ്ഞില്ലേ? 1 പ്രാവശ്യമല്ല, 3 പ്രാവശ്യം തള്ളിപ്പറഞ്ഞു. 3 പ്രാവശ്യവും കർത്താവ് പത്രോസ്ലിയെ യഥാസ്ഥാനപ്പെടുത്തി. പത്രോസ്ലിയുടെ പാപം കർത്താവ് കഴുകിക്കൊടുത്തു. എന്നാൽ പത്രോസ്ലിഹ കോഴി കൂവുമ്പോൾ, ഐതിഹ്യം പറയുന്നത് അങ്ങനെയാണ്, എല്ലാ ദിവസവും 5:30 മണിയാകുമ്പോൾ കോഴി കൂവുമ്പോൾ വിങ്ങി 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 പൊട്ടിക്കരയുമായിരുന്നു എന്ന്. അത് ഞാൻ അന്ന് കർത്താവിനെ തള്ളിപ്പറഞ്ഞു പോയല്ലോ എന്നോർത്ത് കരയണതാണോ? അല്ല. എന്നാൽ ഞാൻ തള്ളിപ്പറഞ്ഞെങ്കിലും എൻ്റെ കർത്താവിനെ യഥാസ്ഥാനപ്പെടുത്തിയല്ലോ എന്നുള്ള സ്നേഹത്തെ ഓർത്ത്, ഞാൻ ഇത്ര കാലം കൂടെ നടന്നിട്ടും, ഞാൻ എല്ലാ അത്ഭുതങ്ങളും കണ്ടിട്ടും സമയം വന്നപ്പോൾ ഞാൻ തള്ളിക്കളഞ്ഞു പോയല്ലോ എന്നുള്ള ആ വേദന കർത്താവ് ക്ഷമിച്ചു കൊടുക്കാത്തതുകൊണ്ടല്ല,
ആ വേദന എൻ്റെ പ്രിയപ്പെട്ട വിശ്വാസികളുടെ സമൂഹത്തോട് ഞാൻ പറയുകയാണ്. ഒരിക്കൽ നിങ്ങൾ ഹൃദയം പൊട്ടിക്കരഞ്ഞുകൊണ്ട്, കർത്താവേ എൻ്റെ ജീവിതത്തിൽ ഇന്ന പാപം വന്നു, അവിടുന്ന് കഴുകിത്തരണമേ എന്ന് പറയുമ്പോൾ സത്യമായും കഴുകിത്തരുന്നൊരു ജീവനുള്ള ക്രിസ്തുവുണ്ട്. അതൊരിക്കൽ നീ പറഞ്ഞാൽ നിന്റെ പാപം കർത്താവ് കഴുകിക്കഴിഞ്ഞു, നിന്റെ മേൽ കർത്താവിൻ്റെ മുദ്ര വന്നു കഴിഞ്ഞു, നിന്നെ യേശുക്രിസ്തുവിൻ്റെ രാജ്യത്തിൻ്റെ അവകാശിയാക്കി കഴിഞ്ഞു. അതാണ് വിശ്വാസം എന്ന് പറയുന്നത്. ഇത് കൃപയാലാണ് ലഭിക്കുന്നത്. ഈ വിശ്വാസം നിങ്ങൾക്കില്ലെങ്കിൽ 100 പ്രാവശ്യമായിട്ട് പറഞ്ഞാലും നിങ്ങളുടെ പാപം കഴുകി കിട്ടുമെന്ന് നിങ്ങൾ വെറുതെ വൃഥാവായി ധരിക്കുകയേ വേണ്ട. ഞാൻ ഏങ്ങലടിച്ചുകൊണ്ട് എൻ്റെ അപ്പ എൻ്റെ പാപം കഴുകിത്തരണമെന്ന് പറയുമ്പോൾ കഴുകിത്തരുന്ന ഒരു ജീവനുള്ള ക്രിസ്തുവുണ്ട്. അത് കഴുകിത്തന്നു എന്ന് ഞാൻ വിശ്വസിക്കുമ്പോൾ എന്നേക്കുമായി അത് മാഞ്ഞു പോകുന്നു എൻ്റെ ജീവിതത്തിൽ നിന്ന്. അകൃത്യം ക്ഷമിക്കുകയും തൻ്റെ അവകാശത്തിൽ ശേഷിപ്പുള്ളവരോട് അതിക്രമം മോചിക്കുകയും ചെയ്യുന്ന നിന്നോട് സമനായ ദൈവമാരുള്ളൂ. ഈ ദൈവം നല്ലവനാണ്. ഈ ദൈവം പാപം കഴുകിത്തരുന്നവനാണ്. എന്നാൽ ഞാൻ വിശ്വസിച്ചില്ലെങ്കിലോ ആ പാപം അങ്ങനെ തന്നെ നിലനിൽക്കുന്നു. നിങ്ങൾ ദൈവമക്കൾ മനസ്സിലായി കാണും. ഞാൻ പറഞ്ഞ കാര്യം സത്യമല്ലേ പ്രിയപ്പെട്ട ദൈവമക്കളെ? എന്നാൽ ഇന്ന് അനേകരെ അലട്ടുന്ന കാര്യം എന്താണെന്നറിയാമോ? 20-ാമത്തെ വയസ്സിൽ ഞാൻ ഇന്ന പാപം ചെയ്തു, ഞാൻ ഇന്ന സ്കൂട്ടറിൽ കയറി ഇന്ന പുരുഷൻ്റെ കൂടെ പോയി, അല്ലെ ഇന്ന കാര്യം ഞാൻ ചെയ്തു, അത് ഇന്നും എൻ്റെ മേൽ പാപമായിട്ട് നിൽക്കുന്നു എന്ന് ചിന്തിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? പിശാച് അവകാശം പറയുന്നു. എൻ്റെ കർത്താവിൻ്റെ ക്ഷമിച്ച നിയമരക്തത്തെ മലിനമെന്നെണ്ണിക്കൊണ്ട് പിശാച് നമ്മുടെ ഉള്ളിൽ അവകാശം പറഞ്ഞു വരുന്നു. നമ്മുടെ മുഖം എന്നും ലജ്ജയ്ക്ക് വിട്ടുകൊടുക്കുന്നു. പിശാച് ഇങ്ങനെ ചിന്തിപ്പിക്കുകയാണ്, എൻ്റെ പാപം ക്ഷമിച്ചിട്ടില്ല എന്ന്. എന്നാൽ പാപം ക്ഷമിക്കുന്നവനായ ജീവനുള്ള ക്രിസ്തു ഇന്ന് നിങ്ങളുടെ അനേകരുടെ കണ്ണ് തുറപ്പിച്ചിരുന്നെങ്കിൽ നാം എല്ലാവരും ചാടി എഴുന്നേറ്റ് ഓടി നടന്ന് കർത്താവിൻ്റെ വേല ചെയ്തേനെ. ഒരിക്കൽ ഞാൻ ഏങ്ങലടിച്ചുകൊണ്ട്, ഒരിക്കൽ ഞാൻ എൻ്റെ ജീവിതം വിതുമ്പി കരഞ്ഞുകൊണ്ട്, കർത്താവെ എൻ്റെ ജീവിതത്തിൽ ഇന്ന പ്രായത്തിൽ ഇന്ന കാലത്ത് ഇന്ന പാപം വന്നു എന്ന് ഞാൻ പറയുമ്പോഴേക്കും കർത്താവ് അതെല്ലാം എന്നേക്കുമായി കഴുകിത്തരികയാണ്. അത് കഴുകിത്തന്നു എന്ന് വിശ്വസിച്ചാൽ പിന്നെ രണ്ടാമത് ഏറ്റുപറയേണ്ട ആവശ്യമില്ല. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ, ഇത് വിശദീകരിക്കേണ്ട കാര്യമൊന്നുമില്ല. എന്നാൽ ഇത് നിങ്ങൾ കണ്ണുമടച്ച് വിശ്വസിച്ചുള്ളൂ. ഞാൻ പറഞ്ഞ കാര്യം 100% സത്യമാണ്. അങ്ങനെ വന്നാൽ നിങ്ങളുടെ മനസ്സാക്ഷി ഒരിക്കലും പിന്നെ നിങ്ങളെ കുത്തുകയില്ല. ഞാൻ എൻ്റെ കർത്താവിൻ്റെ തിരുരക്തത്തിൻ്റെ മുദ്രയുള്ളയാളാണ്. യേശുവിൻ്റെ തിരുരക്തം എന്നെ വന്ന് കഴുകി. എന്നെ കഴുകിയത് എൻ്റെ യേശുവിൻ്റെ രക്തമാണ്. യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി ശുദ്ധീകരിക്കുന്നതാണ്. സങ്കീർത്തനക്കാരനായ ദാവീദ് 32-ാം സങ്കീർത്തനം 5-ാം വാക്യത്തിൽ എഴുതി, ഞാൻ എൻ്റെ അകൃത്യം യഹോവയോട് ഏറ്റു പറയുമെന്ന് ഞാൻ പറഞ്ഞപ്പോൾ അവൻ എൻ്റെ പാപത്തിൻ്റെ കുറ്റം ക്ഷമിച്ചു തന്നുവെന്ന്. പാപം ക്ഷമിക്കുന്ന ജീവനുള്ള ദൈവം. എന്നാൽ നമ്മുടെ ഉള്ളിൽ നിന്ന് എന്നേക്കുമായി എല്ലാം മായ്ച്ചു കളയുന്ന ദൈവം, അകൃത്യം ക്ഷമിക്കുന്ന ദൈവം, തൻ്റെ അവകാശത്തിൽ ശേഷിപ്പുള്ളവരോട് അതിക്രമം മോചിക്കുകയും ചെയ്യുന്ന നിന്നോട് സമനായ ദൈവം ആരുള്ളൂ? പിന്നെയോ അവൻ എന്നേക്കും അകൃത്യം വെച്ചുകൊള്ളുന്നില്ല. അവൻ എന്നേക്കും നമ്മുടെ പാപം ഓർക്കുന്നില്ല. അവൻ നമ്മുടെ പാപത്തെ ചവിട്ടിക്കളയുന്നു. അവൻ നമ്മുടെ പാപത്തെ സമുദ്രത്തിൻ്റെ ആഴങ്ങളിലേക്ക് എറിഞ്ഞു കളയുന്നു. അവൻ്റെ കോപം ക്ഷണനേരത്തേക്കേ ഉള്ളൂ, അവൻ്റെ പ്രസാദമോ ജീവപര്യന്തമുള്ളത്. അങ്ങനെ പാപം ക്ഷമിച്ച് കിട്ടിയവരായി, പാപം കഴുകപ്പെട്ടവരായി, തിരുരക്തത്തിൻ്റെ മുദ്രയുള്ളവരായി ഇന്ന് എല്ലാവർക്കും പോകാനിടയാവും. നിങ്ങൾ പ്രാർത്ഥനയോടെ ഇരിക്കൂ. ദൈവം നമ്മെ എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഇന്ന് നമ്മുടെ പേര് ജീവൻ്റെ പുസ്തകത്തിൽ എഴുതി ചേർക്കട്ടെ. ഉള്ളിൽ നിന്ന് കുറ്റബോധത്തിൻ്റെ ആത്മാവിനെ എന്നേക്കുമായി കർത്താവ് ഫലിച്ചകറ്റട്ടെ. ദൈവനാമം മഹത്വപ്പെടാനിടയാകട്ടെ.